നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1026th day. Today 34th sloka of Prathama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 1026 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതോ വിരഹകർഷിത ആത്മീശ്വരമജക്ഷാണു ന പ്രത്യാഹാതി പീഡിത. ഓം തത്സത്. കൃപയാ സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതോ വിരഹകർഷിത ആത്മീശ്വരമജക്ഷാണു ന പ്രത്യാഹാതി പീഡിത. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതോ വിരഹകർഷിത ആത്മേശ്വരം അജക്ഷാണ ന പ്രത്യാഹ അതിപീഡിത. പ്രത്യാഹാതിപീഡിത എന്നുള്ളത് പ്രത്യാഹ അതിപീഡിത, ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് കൃപയാ കരുണ കൊണ്ടും, സ്നേഹവൈക്ലവ്യാ സ്നേഹപാരവശ്യം കൊണ്ടും, വിരഹകർഷിത വിരഹത്താൽ ദുഃഖിതനായ സഞ്ജയൻ, ആത്മേശ്വരം തൻ്റെ സ്വാമിയെ, അജക്ഷാണ കാണാത്തവനും, അതിപീഡിത ഏറ്റവും ദുഃഖിതനുമായിട്ട്, ന പ്രത്യാഹ പ്രത്യാഹ എന്ന് പറഞ്ഞാൽ മറുപടി പറയുക, ന പ്രത്യാഹ മറുപടി പറഞ്ഞില്ല. ദുഃഖിതനായിട്ട് തൻ്റെ കാന്താരിയെയും ധൃതരാഷ്ട്രയും കാണാത്തപ്പോൾ വളരെ സങ്കടത്തോടുകൂടി ധർമ്മപുത്രർ ചോദിക്കുകയാണ് അവരെവിടെ പോയി എന്ന്. എന്നാൽ അതിനേക്കാൾ ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ് ഇവിടെ സൂതൻ. ധൃതരാഷ്ട്രയും ഗാന്ധാരിയുടെയും കാണാതെ അവർ അവിടെ വിട്ടുപോയി എന്നറിഞ്ഞിട്ട് വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന സഞ്ജയൻ കാരുണ്യവും സ്നേഹവും നിമിത്തമുണ്ടായ പാരവശ്യത്താൽ തൻ്റെ സ്വാമിയെ കാണാത്തത് കൊണ്ടുള്ള അതിവ്യസനം നിമിത്തം ഉത്തരം ഒന്നും പറഞ്ഞില്ല. ധർമ്മപുത്രർ 2-3 ചോദ്യങ്ങൾ തുടരെ ചോദിക്കുകയാണ്. അവർ എവിടെ പോയി, എന്തുകൊണ്ടാണ് അവർ പോയത്, എൻ്റെ ശുശ്രൂഷ മതിയാവാഞ്ഞിട്ടാണോ, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണോ, അവർ ഗംഗയിൽ ചാടി വീണു കാണുമോ, എവിടേക്ക് പോയിരിക്കാം എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ദുഃഖം കൊണ്ട് ധർമ്മപുത്രർ യുധിഷ്ഠിരർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അതിനേക്കാൾ ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ് സഞ്ജയൻ. ദുഃഖം വരുമ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സ്നേഹപാരവശ്യത്താൽ തൻ്റെ സ്വാമി പോയ ദുഃഖത്താൽ അതിദുഃഖിതനായിട്ടുള്ള ആ ധർമ്മപുത്രർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ വ്യസനിച്ചിരുന്നു സഞ്ജയൻ എന്ന് ശ്ലോകത്തിൽ പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതോ വിരഹകർഷിത ആത്മേശ്വരമജക്ഷാണു ന പ്രത്യാഹാതി പീഡിത. ഓം തത്സത്. സഞ്ജയൻ എപ്പോഴും ആ ധൃതരാഷ്ട്രയുടെ കൂടെ ഉണ്ടാകും. സന്തത സഹചാരിയായിട്ട് പി എ എന്ന പോലെ എല്ലാറ്റിലും അദ്ദേഹത്തിനെ സഹായിക്കുന്നത് സഞ്ജയനായിരുന്നു. അപ്രകാരമുള്ള സഞ്ജയനെ പോലും അറിയിക്കാതെയാണ് വിദുരർ അവരെ അവിടെ നിന്നും കൊണ്ടുപോയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്.
ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. ഓം